അനിയന് ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. ഇതാ അനിയ. വേറെ ഏതെങ്കിലും കോളേജിൽ നിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നു നോക്കി? വേറെ ഒന്നുമില്ല. ഒന്ന് നന്നായി നോക്കുന്നേ. MES കോളേജ്, രാജഗിരി കോളേജ്, അവിടുന്ന് അയച്ചു കാണാതിരിക്കില്ല. അയച്ചിട്ടുണ്ടായിരിക്കൂടാ. അതെല്ലാം നല്ല മാർക്ക് മേടിച്ച പിള്ളേരുടെ വീട്ടിലോട്ട്. ഇപ്പൊ എവിടുന്നാണാവോ? വിവേകാനന്ദ കോളേജിൽ നിന്ന്. നീ മേടിച്ച 500 മാർക്കിന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വലിയ കാര്യമാ. ചെല്ല്. വരട്ടെ. എന്റെ മകനെയൊന്നും കുറ്റം പറയണ്ട. നിങ്ങളുടെ പെങ്ങടമൻ 400 മാർക്ക് എടുത്തതിന് സന്തോഷം കാരണം നിങ്ങൾ നിലത്തൊന്നല്ലായിരുന്നല്ലോ. എന്റെ മോൻ ഒറ്റയടിക്ക് 500 മാർക്ക് വാങ്ങിച്ചത്. അവനെയാ നിങ്ങള്. എടി വിവരം കെട്ടവളെ. എങ്ങനെ? 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 500 മാർക്കിന് 400. എന്റെ മോനോ +2 1600 500 മാർക്ക്. എന്നാ പിടിക്ക്. ചറ പറയാന്ന് കേറിയിട്ടുണ്ട്. ഇതൊരിക്കലും ശരിയാവുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ നോക്കിയാലും എന്റെ മോന് തന്നെയാ 100 മാർക്ക് അധികം ഉള്ളത്. ശരി ശരി. എപ്പോഴാ ചേരണ്ടേ? അടുത്ത 10ാം തീയതി അച്ഛാ. 10ാം തീയതി എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഇലക്ഷൻ ഉണ്ടല്ലോ. അതെ, നീ കൂടെ പോയാൽ മതി. ചേർന്നാൽ മാത്രം പോരാ, നല്ലവണ്ണം പഠിക്കണം. ഇല്ലെങ്കിൽ മില്ലുകാരൻ്റെ മകൻ ഒരു ഓക്കനാണെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കൂടി. കുഞ്ഞിത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. തേങ്ങാ പിണ്ണാക്കിനൊക്കെ ഇപ്പൊ എന്താ ഒരു വില. പിന്നല്ലാതെ. നീ വാ മോനെ, അങ്ങേര് പലതും പറയും. നിക്കേ, ഞാൻ വന്നിട്ട് തരാട്ടാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങ. വാ അമ്മ, ഇറങ്ങാം. എന്നെ ഒരു ചവിട്ടാ, എന്റെ പെടലി ഉളുക്കി. വണ്ടി വിടു, ഇറങ്ങ്. മോനെ സജി, എല്ലാം എടുത്തല്ലോ അല്ലേ? ബസ് അങ്ങ് പോയിക്കോട്ടെ. ഡാ മോനെ, ഇത്രയും ദൂരത്താണോ നീ വന്ന് പഠിക്കാൻ പോന്ന്? നിന്നെ കാണാൻ വരണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? പോട്ടെ മോനെ, അങ്ങേരെ ദേഷ്യം കാണാൻ എനിക്ക് വയ്യ. ഡാ മോനെ, ഇത്രയും നാളും നീ കളിച്ചു ചിരിച്ച് നടന്നു. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കും. അതിനല്ലേ വന്നേക്കുന്നേ. അളിയാ കള്ളം പറയല്ലേ. ഈ കോളേജ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പിള്ളേർ പോലും ഇവിടെ പഠിക്കാൻ വരുന്നില്ല. എന്നാൽ നിങ്ങളുടെ മോളാണ് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് പുരോഗമിക്കാൻ നമ്മളല്ലേ മാതൃകയാവേണ്ടത്. ഒന്ന് എടുത്തു പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡിയാ. അവര് നമ്മുടെ നാടിനൊരു അഭിമാനമല്ലേ? അതുപോലെ നമ്മുടെ മക്കളും പഠിച്ചു വലുതായി ഈ ഗ്രാമത്തിന് പേര് നേടിക്കൊടുത്ത നമുക്കല്ലേ അഭിമാനം. അതെ 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 അതെ. അത് നമ്മളായിട്ട് തടയേണ്ട കാര്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി. അപ്പോ അമ്മയും മോളും കൂടി പഠിക്കാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോ. സാർ, ഗോട്ടി സോഡ ഉണ്ടാവോ? ഇതായാലും മതി. പന്ന രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം ഇങ്ങനെ ഇവിടെ എടുത്ത്. ഭാഗ്യം മൈക്ക് ചോദിച്ചില്ലല്ലോ. നന്ദി നന്ദി. ആയിക്കോട്ടെ. എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു സർ. വരട്ടെ സാറേ. സോറി സോറി. നിനക്കെന്താ കണ്ണ് കണ്ടൂടെടാ? നോക്കി വാ. വരൂ അമ്മേ. ഹലോ, ഒരു മിനിറ്റ്. തോവാല. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളും പോൺസ് പൗഡറാ, ഞാനും പോൺസ് പൗഡറാ. നല്ല പരിമളം. പോൺസ് പോയോ? സജ്ജി സാർ. എന്താ സജ്ജി, തന്റെ മീശ എവിടെ? ഉണ്ടല്ലോ സാർ. ഇതില്ലല്ലോ. സോറി സാർ, മാറിയതാ. അമ്മയോട് ഇരിക്കും, ഞാനിപ്പോ വരാം. കുട്ടിയുടെ പേരെന്താ? സുമതിന. ഇയാളുടെ പേരെന്താ? മീനാക്ഷി. വീട്ടിൽ ആരൊക്കെയുണ്ട്? 5 പേരിലെ ഇളയാളാ ഞാൻ. അതെ, ഒരു സെക്കൻഡ്, ഫോട്ടോ മാറിപ്പോയി. ഇല്ലല്ലോ. പ്ലീസ് അതിലൊന്ന് നോക്ക്. കണ്ടില്ലേ, അതിൽ നിങ്ങൾക്ക് മീശയുണ്ട്. സോറി കേട്ടോ. താങ്ക്സ്.
അല്ല ആ ഫോട്ടോ എടുത്താരാ? എന്തിനാ? നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നേരി കാണാനും നല്ല ഭംഗിയുണ്ട്. ഹലോ, അതെ, ഹലോ, എന്റെ ഫോട്ടോ. സദാശിവൻ, മുഹമ്മദ് അലി, ആൻഡപ്പൻ, പുരുഷോത്തമൻ, സജി, ജോസഫ് 6. സജി, ആ ജോസഫിനാണ് അന്വേഷിക്കുന്നത്? അതെ, ഞാൻ തന്നെ ജോസഫ്. വാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ആ, വീട് എവിടെയാ മാഷേ? തീക്കോയില്ല. അവിടുന്നാണ് ഇവിടെ വരെ പഠിക്കാൻ വന്നേ? എനിക്ക് കിട്ടിയ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ സീറ്റ് കിട്ടാനാ? നാട്ടില് പുതുപ്പള്ളി. പുതുപ്പള്ളി എവിടെയാ? അല്ല, ഈ കഞ്ഞിക്കുഴിക്കടുത്ത്. കഞ്ഞിക്കുഴിയിൽ എവിടെയാട്ടാ? അത് തോട്ടക്കാട് അടുത്തുള്ള. തോട്ടക്കാടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന്? അല്ലല്ല, തോട്ടക്കാട് തന്നെ. അല്ല, അടുത്തടുത്ത് തോന്നി കുറെ സ്ഥലം പറഞ്ഞു, അതുകൊണ്ടാ. വാ എന്റെ ചങ്ങാതി. ഡാ, നീ ആരെ സൈറ്റ് അടിച്ചേ? നിന്നെക്കാട്ടിലും 2 വർഷം സീനിയറാ ഞാൻ. 3rd ഇയർ അറിയാമോ? ആ, കുറച്ച് മര്യാദയൊക്കെ നല്ലതാ. 3rd ഇയർ ആണെന്നോ? നീ കോളേജിലാണ് 3rd ഇയർ, ഞാൻ 8ൽ 3rd ഇയർ, 10ൽ 3rd ഇയർ, +2വിൽ 3rd ഇയർ, അതിനുശേഷമാണ് ഇവിടെ 1st ഇയർ. അയ്യോ, ഇവിടെ ഉള്ളവരെയൊക്കെ വരട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല വച്ചേ. ഇനി നീ ഒന്ന് പറഞ്ഞേ, യു സീനിയറാ ഐ സീനിയറാ? സോറി ചേട്ടാ. ചേട്ടാന്നോ? അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റില് ആദ്യ രാത്രിക്ക് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ നാണിച്ചിട്ട് വാ ചേട്ടാ പാല് കുടിക്ക് ചേട്ടാ എന്നൊക്കെ, ആ ചേട്ടനല്ലേ? തുപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തുപ്പരുത്. ദേ, നിശ്ചയിക്കുന്നതൊക്കെ എന്റെ കാരണവന്മാരോട് ചോദിച്ചിട്ട് വേണം. എനിക്കിപ്പോ ഉടനെ പറ്റില്ല, എനിക്ക് പഠിപ്പാണ് പ്രധാനം. നീ പഠിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ഒന്നാന്തരം ശകുനം. ഇതേ മൂഡിൽ ക്ലാസ്സിലേക്ക് പോയേക്കാം. ആ, ഓ ഇവിടെയാണല്ലേ ക്ലാസ്. ഹലോ, ഇവിടെ ഇരിക്കാം. ഇവിടെ എന്താ കടുവാകളി വല്ലതും നടക്കുന്നു മുമ്പിലിരുന്ന് കാണാൻ? ഉണ്ടാതിരിക്കടാ മരമണ്ടൂസ്. അങ്ങോട്ട് നോക്ക്, ബുദ്ധിമാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ണാടി വെച്ചത് കാണുമ്പോ അറിയില്ലേ? കണ്ണാടി മാഷേ, ഇവിടെ ഇരുന്നോളൂ. ഇവനൊക്കെ ഏതാ? കണ്ടിട്ട് പഠിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ബസ്സിനകത്ത് ഇഞ്ചിമുട്ടായി എന്നും പറഞ്ഞ് വിളിച്ചു കിടക്കുന്നവന്മാരെ പോലെ. ഹായ്. നമ്പൂതിരിയാ? അല്ല, അരവിന്ദൻ. ഞാൻ നെറ്റിലെ കുറി കണ്ട് ചോദിച്ചാ. ജാതി എന്തിനാ ചോദിക്കുന്നത്? ഓ അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ. സുഹൃത്തെ, മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ അനിയ? അത് ശരി. അപ്പൊ നിങ്ങൾ പറയില്ലേ? പറയാൻ പാടില്ല. അതെന്താ? അറിയില്ല സുഹൃത്തെ. അറിയില്ലെന്ന്? അറിയില്ലെന്ന് പറയാൻ വേണ്ടി ഒരുപാട് വാ തുറക്കണ്ട കേട്ടാ. എന്റെ പൊന്നെ, ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവുമില്ല. ഊളൻ. പിന്നെന്തിനാ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? കണ്ണാടി വെച്ചവന്മാരെല്ലാം എന്താ ബുദ്ധിമാന്മാരാണോ? അതായത് ഈ കണ്ണാടി വെച്ച ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നാൽ അയാളെ ബുദ്ധിമാനാണെന്ന് വല്ല നിയമമുണ്ടോ? പിന്നെ അത് മാത്രം. എടാ ചക്ക, ദിവസവും രാവിലെ 2 കഷ്ണം വെളുത്തുള്ളി കഴിക്കണം. അല്ല, ക്ലാസ്സിന് നല്ലത്. നീ എന്തിനാടാ മൂക്ക് പോത്തുന്നേ? നാണം കെട്ട നാറി. എന്നിട്ട് പോടാ അവിടുന്ന്. അയ്യോ സുഹൃത്തെ, നമ്മളെ കൊന്ന ഇവൻ അടങ്ങും തോന്നുന്നു. ഗുഡ് മോർണിംഗ് സാറേ. ആ, ഇരിക്കേ. നിങ്ങൾ 3 പേരെ എഴുന്നേക്ക്. ഇതുകൊണ്ടാ മുന്നിലിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടോ നിങ്ങള്? ബാക്കിലുള്ള 3 പേരെ എഴുന്നേക്ക്. ചങ്ങാതി, നമ്മളെ എന്തിനെങ്ങനെ വിളിക്കുന്നത്? പേരും എല്ലാം ചോദിക്കാനായിരിക്കും. അത്രയുള്ള കാര്യം. സാർ, മൈ നെയിം ഈസ് സോമന്റെയും മീനയുടെ മകൻ അരവിന്ദാക്ഷൻ. അങ്ങനെയാണോ? യെസ്.
നിങ്ങൾ 3 പേര് മുമ്പിലേക്ക് വാ, നിങ്ങൾ 3 പേര് പുറകിലേക്ക് പോ. എടാവേ നമ്മളോട് മുമ്പോട്ട് വരാൻ പറയാം. കുറച്ചൊന്നും മിണ്ടായിരിക്കും പോ. ഇവൻ എന്തോ കടിച്ചു തിന്നാൻ വരുന്നേ? എന്താ പറഞ്ഞ? കടുവ കളി കാണാൻ പോകുന്നല്ലേ? പോയി കാണും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, ചെല്ല്. അല്ല സാർ, ഇതുപോലെ തന്നെ നാളെ ഞങ്ങളെ അവിടേക്ക് മാറ്റി ഇരുത്തുമല്ലോ അല്ലേ? 3 വർഷം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതേ ബെഞ്ചാണ്. 3 വർഷമോ? സ്റ്റുഡൻസ്, ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഇപ്പോൾ ബോർഡിൽ എഴുതാൻ പോവാണ്, നോട്ട് ചെയ്തോളൂ. ഡെഫിനേഷൻ ഞാൻ പിന്നെ പറയാം. എഴുതാൻ തുടങ്ങി ഇനി 3 വർഷം അയാൾ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കും. സർ, എന്താടി ഇത്ര വൈകി? ബസ് ലേറ്റ് ആയിടി. ഐഡിയ വർക്കൗട്ടായി. കുറച്ച് പതുക്കെ പറ, ഇയാള് മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കുന്നുണ്ട്. മാഷേ, നിങ്ങൾ വല്ലതും കേട്ടായിരുന്നാ? ചെവി കേൾക്കില്ലെന്ന് തോന്നുന്നു. പൊട്ടനാ പൊട്ടനാ. ഇത് കേട്ടു. റെസ്പെക്ട് പ്രധാനം. അങ്ങോട്ട് നോക്കിയാട്ടെ. അങ്ങോട്ട് നീങ്ങ. എന്താടാ ചെയ്തേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പറയടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ചായ കുടിക്കാൻ എത്ര ദൂരോടെ നടക്കുന്നേ? കണ്ടില്ലേ? കിലോമീറ്റർ നടന്നിട്ട് ഒരു ചായക്കട പോലും കാണുന്നുണ്ടോ നോക്ക്. ഡാ നിക്ക്, ഇയാളോടൊന്ന് ചോദിക്കാം. അല്ല ഏട്ടാ, പുളിയമലക്കിനി എത്ര ദൂരം വരും ഇവിടുന്ന്? അതിന് ഒരുപാട് ദൂരമുണ്ട്. ഒന്ന് നോക്കി പറയടാ. എന്തോ നോക്കിയിട്ട് തന്നെ പറഞ്ഞത്. പോടാ. നന്നായിട്ട് നോക്കി തന്നെ പറയുന്നപ്പാ. നാണക്കേടാ ഇല്ലടാ. ഡാ, അങ്ങേര് മയിൽക്കുറ്റി നോക്കിയാടാ പറഞ്ഞത്. അതേ തന്നെ നോക്കിയത്? അതേടാ. മയിൽക്കുറ്റി അല്ല, മൈക്ക്. എന്നാ എന്റെ അളിയാ, ഇവിടത്തുകാരോട് ആവശ്യമില്ലാതെ സംസാരിച്ച വിവരം അറിയുമെന്ന് മനസ്സിലായി. ശരിയാടാ പറഞ്ഞത്. എന്തുവാടാ? കാള വരുന്നടാ, അമ്പലക്കാള വരുന്നടാ. നിക്കടാ. ഓടിക്കൂടാ. അവന്റെ പുറകെ പോയി, നമുക്ക് അങ്ങോട്ട് പോവാം. വാ.
വഴി അവസാനിച്ച് പോയില്ലടാ, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് വന്നതുകൊണ്ട് ഒരു കസവും കൊണ്ട് കിട്ടി. എന്നാ ദാ വെച്ചോ. എങ്ങനെയാണ് ഇതൊക്കെ? എടാ കലക്കിടാ. ഇതൊക്കെ എന്ത് ചോദ്യടാ, എത്ര കളി കണ്ടവനാടാ ഞാൻ. അതിലൊന്നാ ഇത്. ജോസഫേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ. ആ നിന്റെ അടുത്ത് ഞാൻ പറയാറില്ലേ എന്റെ കൂടെ പഠിക്കുന്ന ദേവ്യാനെ കുറിച്ച്? അവളിന്ന് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നീ കുടിച്ച ചായയാടാ. ചായയാണ് കളിയാ? ഓസി കുടിച്ചെങ്ങനെ തിരിച്ചറിയുന്നേ? കാശ് കൊടുത്ത ദൈവനല്ലേ? നീ എന്നെ കളിയാക്കുവാ? ആണെങ്കിൽ അവര് പോവാൻ പോവാ. വാ ചേച്ചി, ഇവിടെ വെച്ചൊന്നും പറയണ്ട ചേച്ചി, പ്രശ്നമായാലോ? അതൊന്നും പ്രശ്നമില്ലടി, ഇപ്പൊ ചോദിച്ചില്ലെങ്കിലാ പ്രശ്നമാവാൻ പോകുന്നേ. വാ വാ. വേണ്ട ചേച്ചി. വാ. വാടി. അയ്യോ വേണ്ട ചേച്ചി. ഒരു മിനിറ്റ്. അല്ല ഇതാര്? എന്തു പറ്റി? അത് ഫോട്ടോ. ഏത് ഫോട്ടോ? എന്റെ ഫോട്ടോ. അത് ഞാനന്ന് തന്നില്ലേ? തന്നു, പക്ഷെ കവറിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. എന്താണ് ഇതൊക്കെ? ഇല്ലെന്നേ, വീട്ടിൽ ചെന്ന് നോക്കി, ഫോട്ടോ ഉണ്ടായില്ല. എന്താ എന്നെ സംശയ? അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്നെ സംശയിച്ചു. എന്നെ ആര് സംശയിച്ചാലും എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലെ 100 രൂപ വീട്ടിൽ കാണാതെ പോയിട്ട് എന്റെ അച്ഛൻ എന്നെ സംശയിച്ചു. അതിലെന്താ തെറ്റ്? അന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുളിച്ചില്ല, അറിയോ? ഒരു വക കഴിച്ചതുമില്ല. ആ കാശ് വെച്ചാൽ ഹോട്ടലിൽ പോയി നല്ല കേറ്റി വെച്ചിട്ടുണ്ടാവും. ഞാൻ നല്ല കലിപ്പിലായിക്കോട്ടെ. ഇയാൾ എന്നെ എന്തായാലും സംശയിച്ചില്ലേ? ഒരു മിനിറ്റ്. എന്നാ ഇനി തന്നില്ലെന്ന് വേണ്ട. ധൃതി വെക്കാതെ, ഇത് എന്റെ ഫോട്ടോയാ. നിങ്ങളുടെ ഫോട്ടോ എന്ന് ഞാൻ തിരിച്ചു തരുന്നു, അതുവരെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേര്. കുഴപ്പമില്ലല്ലോ. ഹലോ, എന്നാ ഞാനെന്ന് പറയട്ടെ, നിങ്ങളെപ്പോലെ നടുറോടി വെച്ച് ഞാൻ ചോദിക്കില്ല. എന്തായാലും വെച്ചോളൂ, വാടാ. ഈ ഫോട്ടോ എനിക്ക് ഫോട്ടോ സൂക്ഷിക്കണേ. എനിക്ക് ഒരു സംശയം. എന്താ അളിയാ? അല്ല അളിയാ, പ്രേമിക്കാൻ ഇത് പുതിയ ടെക്നിക്കാന്ന് തോന്നുന്നല്ലേ? അവളുടെ ഫോട്ടോ കയ്യിലാക്കിയിട്ട് ഇയാളുടെ ഫോട്ടോ ആണെങ്കിൽ നൈസ് ആയിട്ടില്ല അവളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തത്. നീ കണ്ടില്ലായിരുന്നോടാ? എന്തായാലും കളിച്ചു പിടിച്ച് കാര്യം സാധിച്ചാൽ മതി. വേണ്ട വേണ്ട. അല്ല, ഫോട്ടോയെ കുറിച്ച് പറഞ്ഞതാ. ഫോട്ടോ ഫോട്ടോ അതെ. ഇവൻ നമ്മളെ ചായ കുടിക്കാൻ കൊണ്ടുവന്നത് തന്നെയാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ല, അവൻ പറഞ്ഞത് അയ്യോ അയ്യോ വേണ്ട ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ വേണ്ട. അയ്യോ ഞാനൊന്നും ചെയ്യത്തില്ല ചേട്ടാ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. അയ്യോ ഈ വേണ്ട ചേട്ടാ, വേണ്ട. അയ്യോ അയ്യോ വേണ്ട ചേട്ടാ, പ്ലീസ് ചേട്ടാ, വേണ്ട വേണ്ട. അയ്യോ പോയി നോക്കാം. എന്ത് പറ്റി? അവിടെ എന്തെങ്കിലും നടക്കട്ടെ. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? നീ ഇങ്ങോട്ട് വന്നേ. വെറുതെ ആവശ്യമില്ലാതെ നീ ഇങ്ങോട്ട് നീ ഒന്നും വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ നോക്കിട്ട് വരാം. ഇങ്ങോട്ട് നോക്ക്. നീ ഇപ്പൊ എന്നോട് വരുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കും. നീ വാടാ. പോടാ. എന്തൊരു പേടിയാടാ നിനക്ക്. അതെടാ, എനിക്ക് പേടി തന്നെയാ. നീ വലിയ റൗഡിയും. വാ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ ചായ കുടിക്കാൻ കൊണ്ടുവന്നല്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് മാറി മാറി. എന്താ ഏതാ അവന്റെ നാട്? കണിയാപുര. എന്താ കണിയാപുരത്ത് പ്രായപൂർത്തിയായ പെണ്ണുങ്ങളൊന്നുമില്ലേ? നമ്മുടെ കൊച്ചിന്റെ പ്രായം നടക്കുന്നു. കഴിവേറി ഇവന്റെ കഴുത്തല്ലേ വെട്ടേണ്ടത്, കയ്യാണോണ്ടാ? പോരട്ടെ തെണ്ടി. പറഞ്ഞുവിട്, അപ്പോ അറിയാം നമ്മുടെ പിള്ളേരെ കൈവച്ച എന്താ നടക്കുന്നതെന്ന്. നമ്മുടെ സീനിയേഴ്സ് പറയുന്നടി ടിഫിൻ ബോക്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന്, അല്ലെങ്കിൽ ഹോസ്റ്റലിലെ പിള്ളേരെ കട്ടെടുക്കുന്നു. ഞാൻ അവസാനം അറിഞ്ഞ് നീ ഈ കോളേജിൽ ചേർന്ന വിവരം.
എൻ്റെ ഉപ്പ MG യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിച്ചാൽ മതിയെന്നാ പറഞ്ഞേ. എന്നാ ഞാനാ അവിടെ വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്ത്. ഒരു മിനിറ്റ്, ഇതാ. ഇതെന്തിനാ? നീ +2 നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നല്ലോ, അതിനുള്ളതാ. 4-5 തവണ ഞാൻ നിന്റെ വീടിനടുത്ത് വന്നിരുന്നു, പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല. ഇത് വാങ്ങ്. താങ്ക്സ്. താങ്ക്സോ? തന്നത് വാങ്ങിയില്ലേ അതിന്. അളിയ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോടാ. ആരാ നീ? കോളേജ് വരുന്നില്ല? സമയം എത്രയാടാ? 7 മണി. പോടാ, വേഗം പണിയൊന്നുമില്ല. 10 മണിക്ക് പോകുന്നതിനാടാ 7 മണിക്ക് പോകുന്നത്. ഞാനാണെങ്കിൽ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇതിനെല്ലാം കാരണം നീയാ. വെറുതെ എന്നെ കുറ്റം പറയില്ലേ. ഇവിടെ എന്താണ് പരിപാടി? കോളേജിലേക്ക് പോവാ. കോളേജിലേക്കോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? അപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലേ? പക്ഷെ നാളെ ഞായറാഴ്ച, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, പിന്നെ ബുധനാഴ്ച. എന്താ നോക്കുന്നേ? കോളേജ് ഇന്ന് ഇല്ല എന്നുള്ളത് അറിയില്ലല്ലേ നിനക്ക്? എടാ, ഇന്ന് ശനിയാഴ്ചയാണ്, വിശേഷ പൂജയുണ്ട് അമ്പലത്തില്. നല്ല ബുദ്ധി എനിക്ക് താ. ഞാൻ ഇതിനെ വെറുതെ ഒരു കോന്തനെ പോലെ കറങ്ങുന്നേ എന്ന് പ്രാർത്ഥിച്ച് പ്രസാദം കഴിച്ചിട്ട് വരാം. വാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. നീ പൊക്കോ. എടാ, ദൈവത്തിനേക്കാളും അത്യാവശ്യമായിട്ട് നിനക്ക് എന്താ ഉള്ളത്? ഈശ്വരന്മാരിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അങ്ങനെ പറയരുതടാ. നോക്ക്, ഇത് ശക്തിയുള്ള ദേവിയാണ്. മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അതിനെ ഉടനെ കൺമുന്നിൽ കാണിച്ചു തരുമെന്ന്. ഞാൻ ജനിച്ചിട്ട് 5 വർഷം വരെ സംസാരിച്ചിട്ടില്ല, അറിയാമോ? ഈ അമ്പലത്തിൽ നാരങ്ങാവിളക്ക് കത്തിച്ചതിന് ശേഷമാണ് എന്റെ സ്പീച്ച് ഇങ്ങനെ മണി പോലെ ഇരിക്കുന്നത്. എന്തിന്? എത്രയോ പേരാണ് അമ്പലത്തിൽ നോമ്പ് നോക്കിട്ട് പോകുന്നത്. ഇങ്ങോട്ട് നോക്കടാ. ഇതൊക്കെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. എണ്ണ ഒഴിച്ച് തിരികെ എണ്ണ ഒഴിച്ച് നിന്റെ എന്തോ പറഞ്ഞില്ലേ? മരങ്ങോടൻ എവിടെ കിടന്നു? എടാ, ഈശ്വരനെ നിന്ദിച്ച് സംസാരിക്കും. ഈശ്വരനെ ഞാൻ മരങ്ങോടാന്ന് വിളിച്ചില്ല, നിന്നെയാ. അവിടെ എന്തോന്ന് ഇങ്ങനെ കിടന്ന് ആടുന്നേ? വായി നോക്കി നിൽക്കാൻ വേണ്ടി. ദൈവത്തെ സംശയിക്കാതെ നിന്റെ കണ്ണുകുത്തി പൊട്ടിക്കും. അയ്യോ, സോറി അളിയാ, സോറി. കണ്ണുകുത്തി പൊട്ടിച്ചിട്ട് പോടാ. നിന്റെ കൂടെ വന്നാലേ ദൈവത്തിനെ കാണാൻ പോലും കണ്ണുണ്ടാവില്ല. സാറേ, ജോസഫിനൊരു ടെലഗ്രാം ഉണ്ട്. ജോസഫേ, ശരി എന്നാ. ജോസഫേ, എന്ത് ടെലഗ്രാമാ? ആരാ അയച്ചേ? അറിയില്ല, നാട്ടിൽ നിന്ന് അമ്മാവൻ അയച്ചതാ. ഞാൻ പോയിട്ട് വരാം. ഞാനും വരാൻ കൂടെ. അത് വേണ്ട, ഞാൻ പോയിട്ട് വരാം. പോകാനുള്ള കാശൊക്കെ ഉണ്ടോ? കയ്യിലുണ്ടോ? നിക്ക്, ഇത് വെച്ചോ. എന്നാ ഇതിരിക്കട്ടെ. ഇരിക്കട്ടെടാ. എടാ, പോയിട്ട് എന്താണെങ്കിൽ വിളിക്കണേ, ഫോൺ ചെയ്യണേ. ഞാൻ എന്നാ പോയിട്ട് വരാം. ശരിടാ.
എന്തോ ഉഗ്രം പടമായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ കാണണമെന്നൊക്കെ ഉണ്ട്. ആ, പറ്റിയ വന്ന് കാണാം. നീ എങ്ങോട്ടാ? നീ വരുന്നില്ലേ? നടന്നു പോകാങ്ങോട്ടാ. ഒരു ബോണ്ടാതായ മതിയോ? എന്നെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞ് മോനെ ചെറുക്ക ഇങ്ങോട്ടൊന്ന് നോക്കാം. എന്താ വേണ്ടേ? ഇടവേള എല്ലാം കഴിഞ്ഞു. സിൽക്കിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്നാ പരിപാടിയാ? ഇടവേള കഴിഞ്ഞ് സിൽക്ക് വന്നെങ്കിലോ ഒരു രസമൊക്കെ രസിച്ചിട്ട് കൈയും ചുരുട്ടി വെച്ച് ചുമ്മാ കിടന്ന് ഉറങ്ങാം. അപ്പോൾ വഴിയിൽ ഏതെങ്കിലും പോസ്റ്റ് കണ്ടിട്ട് സിൽക്ക് കാണുന്നില്ല, പോളിസ് തൈമാരുടെയൊക്കെ സ്വകാര്യം പറിച്ചില്ലേ? കിടാവേ ഒന്നിനൊന്ന് വേണം. കക്കൂസ് എവിടെ കിടാവേ? കക്കൂസ് ഇതാ കുനിഞ്ഞ അവിടെ ഇരിക്കുന്നു. മൂത്രം ഒഴിക്കണ അയാളുടെ തലയിലോട്ട് ഒഴിക്കല്ലേ. തന്റെ മുഖത്ത് തെറിക്കാതെ എസ്കേപ്പ് ആയേ പറ്റൂ. വാടാ വാടാ വാടാ, പടം തുടങ്ങാറായി, വേഗം വാ. നീ എനിക്ക് ബോണ്ട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഞാനെപ്പോ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു? ഞാൻ ടിക്കറ്റ് എടുക്കുവാണ്, നീ എനിക്ക് ബോണ്ട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാന്ന് പറഞ്ഞില്ലല്ലോ. അടുത്ത പടം വരട്ടെ, അപ്പൊ ഞാൻ വാങ്ങിച്ചു ടിക്കറ്റിന്റെ കാശില്ല. കാശില്ല. കൈയെടു കൈയെടു കൈയെടുക്ക്. ബോണ്ടയ്ക്ക് വേണ്ടി മനുഷ്യന്റെ രോമം വലിച്ചു പറിക്കുന്നോടെ. അയ്യേ വാടാ അരവിന്ദ, എന്തൊരാർത്തി. ആ എന്താ ചെയ്തേ? സിനിമ കാണാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ ഇവിടുത്തെ അമ്പലത്തില് തൊഴാൻ വേണ്ടി വന്നതാ. എന്തടാ, വേലി കിടക്കണ പാമ്പിനെടുത്ത് അരയിൽ ചുറ്റാൻ പോണോ? നല്ല ദിവസം വഴിപാടെന്നൊക്കെ പറഞ്ഞ് എന്തിനാടാ സജി വിളിച്ചോണ്ട് പോയത്? തൊഴാൻ വേണ്ടി കൊണ്ടുപോയതാ ചെയ്തേ. അവൻ വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞത്. ഞാനാ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാടാ? ഇനി തലവൻ ചത്തുപോകും. ഇനി ഇതുപോലെ അങ്ങനെ നീ വിളിച്ചോണ്ട് പോയാ കുത്തി കുടലെടുക്ക്. ഞാൻ പറഞ്ഞേക്കാം, എന്നെ കുറിച്ച് അറിയാലോ. അരവിന്ദ എന്ത് പറ്റി? എടാ എന്താടാ, എന്താ പറ്റി? എഴുന്നേക്കടാ അരവിന്ദ. അരവിന്ദ എന്താടാ?